വെറ്റില മുറുക്കാവാം. ആവാലോ. ഈ തൊടിയുന്ന തന്നെയാണോ എന്തോ? ഈ അടയ്ക്ക കപ്പലിൽ നിന്ന് വന്ന തന്നെ ആവുമല്ലേ? അതെ. ഈ മണ്ണിൽ വേര് പിടിക്കാനും കായ പിടിക്കാനും പാട് തന്നെയാ. കാഴ്ചക്ക് എന്താ ചന്തം, സ്വർണം തോറ്റമ്പും. പത്തായപ്പുരയിലോ അകത്തളത്തിലോ കിടക്കണോ? ഇവിടെ ആകുമ്പോ കാറ്റും വെളിച്ചുണ്ടാവും, എല്ലാം കണ്ടങ്ങ് ഇരിക്കുകയും ചെയ്യാം. എടോ കൊന്തി, താൻ ആ തലകാപ്പ് നായരുടെ വിഷം തീർന്നെന്ന് ഇങ്ങനെ ചീർത്ത് വന്നോ? പക്ഷേ ആ വെള്ളക്കാരുടെ കൂടെ കൂടിയതുപോലെ ലന്തക്കാരുടെ കൂടെയും കൂടരുത്. മലഞ്ചരക്ക് മുഴുവൻ ദേശവാഴി നമ്പടി ലന്തകൾക്ക് കൊടുത്ത ചുങ്കവും കടത്തും മറ്റാർക്കും പോവുകയില്ല. എന്തായിരിക്കും വരവ്? നാട് മുടിഞ്ഞാലും മൂട് കനത്താ മതി. ആ മാടയല്ലാതെ എന്ത്? പെരുമ്പടപ്പും നെടിയിരിപ്പും ലന്തക്കാരും എല്ലാം ഒരുപോലെ തന്നെയാണ്. മാമാങ്കത്തറയിൽ തീരുമാനങ്ങളൊക്കെ മാറും. മാറാത്തത് ഈ മണ്ണും മനുഷ്യരും മാത്രമേ ഉള്ളൂ. വരയാശാനെ, വള്ളൂനാട്ടിന്ന് വന്നോര് പറഞ്ഞൊരു കഥ കേട്ടു. ഒരു ദൈവക്കിടാവിന്റെ കഥ. തീയാണത്രേ, തീ, ശരീരമില്ല. 25 ആണ്ടുകൾക്ക് മുമ്പ് അങ്ങനൊരു വിദ്യ കേട്ടുകേൾവിയുണ്ടത്രേ. ചന്ദ്രത്തെ ചാവേറ് അമർന്ന് ചാടി മേലെ പോയാ പിന്നെ കീഴ്പോട്ട് വരവേയില്ലാന്ന്. ആകാശത്ത് വെറും വായുല് കാലുകുത്തി ആയോ എടുത്തൊരു മലക്കം. അത്ഭുതം തന്നെയായിരുന്നത്രേ ആ ചാടിപ്പോയ ചാവേറിന്റെ പെരുമലക്കം. ആ പരമ്പരയല്ലേ ചന്ദ്രോത്തേത്. 2 വ്യാഴവട്ടം മുമ്പ് മാമാങ്കം കണ്ടവര് കണ്ടിട്ടുണ്ട്. വെട്ടും പൊങ്ങിച്ചാടലും പക്ഷി പോലെ പറക്കലും മരിക്കാരുടെ വെടിക്കാർക്ക് പോലും ഉന്നം പിഴയ്ക്കത്രേ. അങ്ങനെ പറന്ന് തല വീണ വിദ്യ 25 ആണ്ട് കഴിഞ്ഞപ്പോ ഇപ്പോഴും കണ്ടുന്ന് ദൈവക്കിടാവ്. ഉന്നതമ്പുരാനെ വെട്ടിക്കൊല്ലാൻ വരുന്ന പരീക്ഷകളെ കുറിച്ചാണോ വെടിവെട്ടം പറച്ചില്? പാണന്മാർക്ക് പട്ടും പകിട്ടും കണ്ട നാവാട്ടം കൂടും. മാമാകത്തിന് വരുന്ന കൂട്ടരെത്തും മുമ്പേ ഏറാടികൾക്കും താനികൾക്കും ഒരു കോലിളക്കം ഉണ്ട്. കളരിയെന്ന് വിരിയാത്ത കുരുന്നുകളെയും ചാവേറെന്ന് ചൊല്ലി കുരുതി കൊടുക്കുന്ന കുലപ്പതിവ്. അതിനൊപ്പം നിന്നില്ലെങ്കിൽ തലയും പോയി തറവാടും പോയി. കഥകൾ കേട്ട് കുളിര് കോരണ്ട, അറയ്ക്കുള്ളിൽ തന്നെ ഇരുന്നോളൂ. നീയെ തോറ്റിன்றതും വിശ്വം നീയെ പാലിച്ചില്ലെன்றതും നീയേ മുടിപ്പതും പിന്നെ മായാനാഥ നമോസ്തുതി. ഇവിടെ ഒരു ദേവചിത്രം വരയ്ക്കണം. മരപാത്രങ്ങളിലാക്കി വെച്ച കൂട്ടിൽ നിറങ്ങൾ ഒരുങ്ങി. കാശ്മീരത്തിലെ കുങ്കുമത്തിന് പഴയതുപോലെ ചുവപ്പില്ല. ചുവപ്പ് കാണണമെങ്കിൽ വള്ളുവനാട്ടിലെ ചെമ്പരത്തികൾ പൂക്കണം. അതാണ് ചുവപ്പ്, ചോരയുടെ ചുവപ്പ്. ചിത്രം വരയുടെ പകുതി ആയപ്പോഴാണ് സമവ്യാപാരി എത്തിയത്. ചിത്രകാരനാണ് കുറുപ്പ് അല്ലേ? ചില മുഖങ്ങളൊക്കെ വരയ്ക്കും. പാട്ടും പറച്ചിലും മാഞ്ഞു പോയാലും ചുവരുള്ളവരെ ചിത്രം കിടക്കും അല്ലേ? ഈ ദേശത്ത് വന്നു പോകുമ്പോൾ കൊള്ളയും പിടിച്ചുപറിയും സൂക്ഷിക്കണം. പിന്നെ ചാരന്മാരെയും. തിരുനാവാ മുതൽ കാടാമ്പുഴ വരെ താമരയുടെ ചാരന്മാരാ. ഒരു കണ്ണിറുക്കിന് കഴുത്തു പോകും. എങ്ങോട്ട് പോകുന്നു? നിറം പാകമാകാൻ ഉറയൊഴിച്ചു വെച്ചിരിക്കുക. പാകമാകാതെ തൊട്ടാൽ പറയും പറന്നു പോകും, ചുവരൊടിഞ്ഞു വീഴും. അങ്ങ് വിശ്രമിക്കുക. അന്തിക്ക് ഈ മാളികയ്ക്ക് ചന്ത ഒരിത്തിരി കൂടും. കുറുപ്പിന്റെ കണ്ണിൽ ഒരു മറയുണ്ട്, പിന്നിലൊരു കഥയും. ഒന്ന് കണ്ടുവച്ചോളൂ. ചാവേറുകളല്ല തമ്പുരാനെ, പുഴക്കേക്കര കാട്ടിലെ വാരിക്കുഴിന്ന് കിട്ടിയത് നമ്മുടെ ചാരൻ പറഞ്ഞോടനെ നാവനക്കില്ല.
ഇത്തിരി വായുള്ളത് തൊണ്ടയിൽ എവിടെ കുടുങ്ങിക്കിടക്ക. മേപ്പോട്ടുമില്ല കീഴ്പോട്ടുമില്ല. സമർക്കോയ ഇവിടെ വന്നു ചേർന്നു സുരക്ഷിതമായി എന്നറിയിക്കാൻ എന്റെ അടുത്തേക്ക് പറഞ്ഞയച്ചതാണ് ഇവനെ. ഇവൻ എത്തിയത് ഞാൻ ഇവിടെ വന്നു ചേർന്നതിന് ശേഷം. കാട്ടിൽ വെച്ച് ഇവന് പിണഞ്ഞ ആപത്തിന് കാരണമെന്തെന്ന് ഇവൻ തന്നെ പറയും. പരിസരത്ത് സംശയിക്കത്തക്ക ഒന്നുമില്ലെന്നാണ് കൈമളിക്കുട്ടനും പറയുന്നത്. മൽപ്പിടുത്തത്തിൻ്റെതായ ഒരു ലക്ഷണവും ബാപ്പാ ആളു കിടാവ് അറുപ മാളികയിലെ വന്നു. മർമ്മം ഭേദിക്കപ്പെട്ട് സംസാരശേഷി നഷ്ടപ്പെട്ടെങ്കിലും പറങ്ങൂടൻ മൊഴിഞ്ഞത് മറ്റാരും ഇതുവരെ പറയാത്ത പരമാർത്ഥം. ഇവിടെ ആർക്കും മുഖപരിചയം പോലുമില്ലാത്ത രണ്ട് അപരിചിതർ. ഒരാൾ തികഞ്ഞ പുരുഷൻ, മറ്റൊന്ന് കിടാവ്. ആരാണവർ? എന്താണ് അവരുടെ പൊരുൾ എന്ന് നാവ് പൊന്തിക്കാൻ പോലും കഴിയാത്ത ആ ഇരുകാലിയോട് ചോദിക്കണോ? അതോ നാവ് അറുത്തെടുക്കും മുമ്പ് നിങ്ങളിൽ ആരെങ്കിലും അത് മൊഴിയുന്നു? കാട്ടിൽ വിഷം തീണ്ടിയ ഒരാളെ, മുറവിളി കൂട്ടി കരഞ്ഞ ഒരു ഓമന കിടാവിനെ കണ്ടെത്തി കൊണ്ടുവന്നത് നേര് തമ്പുരാനെ.
കടുകോളം ജീവനെ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. കല്ലുമലയിൽ കളരി ഉണ്ണിയെ ചേർക്കാൻ പോയ വഴി ഉണ്ണിമായുടെ മാളികയിലേക്ക് പോന്നോളൂ. 2 നാൾ അവിടെ ഉണ്ടുകൂടി ആട്ടമൊക്കെ കണ്ടിട്ട് പോയാൽ പോരെ എന്ന് 10 വിടർത്തി ചിരിച്ചുകൊണ്ടൊരു നാഗത്താൻ. പിന്നെന്താ ബഹുക്ഷേമമെന്ന് ചൊല്ലി കാൽ നീട്ടിക്കൊടുത്തു തൽപുരുഷൻ. മാസപ്പടി എത്തിക്കാൻ കാട്ടിൽ വിഷപ്പാമ്പുകളെ വരെ നിയോഗിക്കുന്ന നിന്റെ നാവിൽ പാഷാണമല്ലാതെ മറ്റെന്ത്? തെറ്റിപ്പോയി തലച്ചുമാരെ. എന്ന് വെച്ചാൽ വിഷം തീണ്ടിയത് കയ്യില്ല. ഇണ ചേർന്നിട്ടിഴഞ്ഞു പോകുമ്പോ തടസ്സം കിടന്ന് മയങ്ങിയവർ അനക്കം കേട്ട് പേടിച്ചപ്പോ കൊത്തി. കുറുപ്പച്ചനല്ലാതെ ഇന്നാട്ടിൽ വിഷവൈദ്യം അറിയാവുന്ന മറ്റാരുണ്ട്? അതുകൊണ്ടാ ഇവിടെ തന്നെ കൊണ്ടുവന്നത്. ഓ